മുമ്പ് കലാകൗമുദിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് മാതൃഭൂമിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു, മുമ്പ് ഏഷ്യാനെറ്റിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നെല്ലാം ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അത് ഇദ്ദേഹത്തിന്റെ മാനസിക നില മോശമായതുകൊണ്ടാണോ? എനിക്കറിയില്ല, അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാളെ പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഒരാൾക്ക് ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യം ഒരാൾക്കും വരുന്നില്ല. അപ്പൊ എവിടെയാണ് കുഴപ്പം? ഇയാൾക്കാണോ കുഴപ്പം, അവർക്കാണോ കുഴപ്പം? ഇതെല്ലാം ചോദിച്ചു മേടിച്ചതാണ്. ഇപ്പം നിങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം 4-5 ചാനൽസ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ അവിടെ നിന്നെല്ലാം പിടിച്ച് പുറത്താക്കി എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. കാര്യം ഒരു കാര്യമില്ലാതെ ഒന്ന് സന്തോഷ് പണ്ഡിറ്റിന്റെ മാനസികമായിട്ട് അസുഖമുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആരും കേട്ടോണ്ടിരിക്കത്തില്ല. കാര്യം അത് നിങ്ങളുടെ മാനസിക നിലയാണ് നിങ്ങൾ ആദ്യമേ പരിശോധിക്കേണ്ടത്. കാര്യം ഒരു ബോധമില്ലാതെ വന്നിരുന്ന് പറയുവാണ്. പ്രതി ബോച്ചയെ പറ്റിയിട്ടായാലും സന്തോഷ് പണ്ഡിറ്റിനെ പറ്റിയിട്ടായാലും ഇയാൾ പറഞ്ഞു എങ്ങോട്ടാണ് പോകണമെന്ന് പോലും അറിയത്തില്ല. ഒരു സമയത്ത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ എതിരെ ഒരു പെൺകുട്ടി വന്ന് സംസാരിച്ച സമയം ഉണ്ടായിരുന്നു. അതായത് ബോച്ചയെ അടുത്തിരുത്തിയിട്ട് ഒരു ഹോട്ടൽ റൂമിലെങ്ങാണ്ട് വെച്ച്. ആ സമയത്ത് ഇവരാരും ഈ ഒരു സംഭവങ്ങളൊന്നും ഏറ്റെടുത്തില്ല. കാര്യം ഒരു പ്രശ്നം വന്ന് ജയിലിലോട്ട് കൊണ്ടുപോയപ്പം മീഡിയക്കാരെല്ലാവരും എടുത്ത് വെച്ച് ആഘോഷിക്കുന്നത്. അത് അതിലും വലിയൊരു കോമഡി. എന്തായാലും സമ്മതിച്ച് തന്നിട്ടുണ്ട് ഈ ആൾക്കാരെല്ലാം. എന്തായാലും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എല്ലാവർക്കും എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട് പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഇപ്പം സന്തോഷ് പണ്ഡിറ്റിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഒരുപാട് പേരും കാണുമായിരിക്കാം കേരളത്തിൽ. എന്നാൽ ഇഷ്ടപ്പെടുന്ന അതിനെക്കാട്ടിയും കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ വന്നിരുന്നിട്ട് വായി തോന്നുന്ന തോന്നിവാസങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.